ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അസ്നാസ് വേൾഡിലേക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സാധനം മീഷോയിൽ ഓർഡർ ചെയ്താൽ കിട്ടാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് കിട്ടാൻ സമാധാനവും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കലണ്ട അങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ വെട്ടാലോ, അങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു വലിയ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വേണ്ട, ഇതിൻ്റെ കാൽഭാഗം മതി, ഇത്ര മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കാരണം ഞാൻ ഇത് ചെയ്യാൻ സിമ്പിളുമാണ്. പക്ഷേ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവുക ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആകണം വിചാരിക്കും. ഇതിൽ വേണം നമുക്ക് ഇതല്ലാണ്ട് നമുക്ക് ചെയ്യാം, ടൈം ടാബ്ലറ്റ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയുള്ള പേപ്പറാണ്. അപ്പം ഇതെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു കാര്യം ഷെയർഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ സ്കെയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സ്കെയിലും പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയും വഴിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒട്ടിക്കുന്ന ചുമരിലാണെങ്കിൽ കുറച്ച് കൂടി ഒരു എസ്തറ്റിക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ലാസ്റ്റ് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ, എനിക്കിട്ടുണ്ട്. ഇപ്പം ഇനി ഔട്ട്ലൈനാണ് മെയിൻ. സ്കെച്ച് എടുക്കുക, കൊടുക്കുക, ഇത്രയും. ഔട്ട്ലൈൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നിങ്ങൾ ഇത് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ പിന്നെ പണ്ടേ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വലിയ കടയിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടില്ല. പിന്നെ വീഡിയോ ഒക്കെ ഇടുന്നതില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എസ്തറ്റിക്കൊക്കെ ആക്കുന്നേ ഉള്ളൂ. അപ്പം പറഞ്ഞത് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഇങ്ങനെ വെക്കണോ, അതിങ്ങനെ വെക്കണോ, ചെയ്യാനോ ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് റെഡ് കളറാണ് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ ഇന്ന് 30 31 30 അല്ല 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 17 18 19 20 21 22 23 24 25 26 27 28. ഞാനിപ്പോൾ ഇതിൽ പൊടിച്ചിട്ടുള്ളത് 28 വരെയാണ്. അപ്പോൾ മതിയല്ലേ? അപ്പം 28 വരെയാണ് പൊടിച്ചിട്ടുള്ളത്. 28ആണിത്. ഇതെന്തൊക്കെയോ പോയിട്ടുണ്ട്. എൻ്റെ ഡെലിവറി ആകുന്നത് 4-5 ഇതിലാണ് എൻ്റെ ഡെലിവറി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സർക്കിളുമേൽ വെക്കണം. നമ്മുടെ ഇതാണല്ലോ അത്. ഇനി നമുക്ക് ഇന്ന് ചെയ്തതിനൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ വെട്ടുന്നതിന് പച്ച കളറാണ്. ഇന്ന് 30 വെട്ടിയിട്ടുണ്ട്. അപ്പം ഇനി പിന്നെ ഇതിൻ്റെ അളവല്ലാണ്ടൊരളവ് വേണം. ഇപ്പോൾ അളവ് ഇത്ര ആണെങ്കിൽ
ഒരു ഈ ചുക്കിട്ട് നമുക്കിപ്പോൾ ഒരു പെൻസിലാണ് അതിൻ്റെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട് പെൻസിൽ. ഓക്കെ, ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. സ്കെയില് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ആവുമെന്ന് ചോദിച്ചാൽ ആവും, ആയിരിക്കും. ഇതിൻ്റെ ഇത്രയും അയ്യോ പൊട്ടോ ഇത്രയും ഇതേമാതിരി വെക്കണം. ഇതിൻ്റെ കുറച്ചും കൂടി ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാം. നമ്മൾ ബാക്കി സാധനങ്ങൾക്ക് എടുത്ത് വെക്കണം. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. ഞാൻ ഡോംസിൻ്റെ സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. സ്കെച്ച് പെന്നല്ല, ബ്രഷസാണ്. ഇതേമാതിരി കൊടുക്കണം. എന്നിട്ട് ഇതിനെ കളർ ചെയ്തെടുക്കാനാണ് മെയിൻ പരിപാടി. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടും കൃഷിയാണ് മെയിൻ സാധനം. അയ്യോ, എന്താണ് ഇത് പശയാണ് എടുത്തിട്ടുണ്ടത്. ഇതേമാതിരി എടുത്തതിന് ശേഷം ഇതിന്മേൽ ഒട്ടിച്ച് കൊടുക്കണമെന്ന് അടുത്ത ടാസ്കല്ല, ഒട്ടിച്ച് കൊടുക്കുക. ടാസ്ക് എന്ന് ഇത് കാണുമ്പോൾ സിമ്പിളൊക്കെയാണ്, പക്ഷെ എല്ലാവരും ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇല്ലാത്ത ആളുടെ വില മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഉണ്ടവരൊക്കെ ചെയ്യാം, ഇല്ലാത്തവർക്ക് വിഷമിക്കണ്ട. അതിനുള്ള പരിഹാരം ഞാൻ പിടിച്ചതിന് ശേഷം കാണാം. ഓക്കെ, പിന്നെ ഗീവ് അവേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ കണ്ട കമൻറ്റ്സൊക്കെ വായിച്ചു. സൂപ്പർ കമൻറ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു നിലയിലെത്തുന്ന പറഞ്ഞാൽ. ഞാൻ ഈ ഫസ്റ്റ് തന്നെ തുടങ്ങിയപ്പോൾ എനിക്കത് വലിയ ഇതായി തോന്നില്ലായിരുന്നു. അപ്പം പറഞ്ഞ് നമ്മളിത് ഉണ്ടാക്കാനുണ്ട്. പശയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ. ഇത് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ടാകുമെന്ന് പറയുന്നതാ. ഇതാണ് ഐറ്റം. എന്താ സൂപ്പറാണല്ലോ. അപ്പം എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. 16 ഡെലിവറി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ 6 തന്നെ ഇട്ട് വെച്ചു. ഇതൊക്കെ പറയുമ്പോൾ ശ്വാസം എവിടെ പോകുന്ന പോലും എനിക്കറിയില്ല. നല്ല ശ്വാസം മുട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വലിയ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ. ഷോ.